അപ്പോൾ ഇതെല്ലാം ആപ്പിൾ തൈകളാണ്. ഇതെല്ലാം നമ്മൾ സീഡിട്ട് മുളപ്പിച്ച ആപ്പിൾ തൈകളാണ്. അപ്പോൾ നമ്മൾ വിദേശ നാടുകളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ് ആപ്പിൾ തൈ മുളപ്പിക്കാനായിട്ട്. കേരളത്തിലാണെങ്കിൽ നമ്മൾ കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യണം. അതായത് സീഡിനെ എടുത്ത് 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അതിനൊരു ആർട്ടിഫിഷ്യൽ തണുപ്പ് കൊടുത്ത ശേഷം വേണം നമ്മൾ മുളപ്പിക്കാനായിട്ട്. പുറത്താണെങ്കിൽ നിങ്ങൾ ചുമ്മാ ആപ്പിളിൻ്റെ സീഡ് ഇതുപോലെ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വിൻ്റർ കഴിയുമ്പോൾ സ്പ്രിങ് ആകുമ്പോൾ അത് മുളച്ച് വരും. ഇപ്പോൾ ഈ മുളച്ച് വന്ന സാധനം എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. കാരണം ഇതൊരു 10 വർഷമെങ്കിലും എടുക്കും മിനിമം ഇത് കായ്ക്കാനായിട്ട്. പക്ഷെ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 2 വർഷം പ്രായമായി, അടുത്ത വർഷം ആകുമ്പോഴത്തേനും നമുക്കൊരു പെൻസിൽ തിക്നെസ്സിൽ കിട്ടും. ഒരു പെൻസിൽ വണ്ണത്തിൽ ഇതിൻ്റെ കമ്പുകൾ വരും. അന്നേരം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്കിത് വിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സീഡിട്ട് മുളപ്പിക്കുന്നത്. സാധാരണഗതിയിൽ അല്ലെങ്കിൽ നമ്മൾ സീഡിട്ട് മുളപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്കൊന്ന് ഇത്രയും നാൾ വെയിറ്റ് ചെയ്യണം, ഒരു 8 മുതൽ 10 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റി കിട്ടത്തില്ല. അതായത് നമ്മളിപ്പോൾ നമുക്കിഷ്ടപ്പെട്ട റോയൽ ഗാല എന്ന് പറയുന്ന ഒരു ആപ്പിളാണ് ഇടുന്നതെങ്കിൽ, ആപ്പിളിൻ്റെ വിത്താണ് ഇടുന്നതെങ്കിൽ ഉണ്ടാകുന്ന ആപ്പിൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഒരിക്കലും നമ്മളിടുന്ന വെറൈറ്റി ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റികൾ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പിൽ നിന്ന് മുളപ്പിക്കുകയോ ചെയ്യണം. ആപ്പിളിനെ കമ്പിൽ നിന്ന് മുളപ്പിക്കാനായിട്ട് ഭയങ്കര പാടാണ്. കൂടുതലായിട്ടും ആൾക്കാർ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്താണ് വളർത്തുന്നത്. പെട്ടെന്ന് ഗ്രാഫ്റ്റ് എടുക്കും. അതുകൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ സീഡിട്ട് മുളപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സീഡിട്ട് ആപ്പിൾ മുളപ്പിച്ച് അത് കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് ഞാൻ പറയത്തുള്ളൂ.